വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം കെഎസ്ഇബി പുനഃസ്ഥാപിച്ചു. ജനം ടിവി വാർത്തയെ തുടർന്നാണ് നടപടി. മുന്നറിയിപ്പില്ലാതെ ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച കെഎസ്ഇബി നടപടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് ആവശ്യപ്പെട്ടു. വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം പ്രസ്താവിച്ചിരിക്കുകയാണ് കെഎസ്ഇബി. ഏകദേശം 24 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കെഎസ്ഇബി എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിക്കാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ കെഎസ്ഇബി ക്ഷേത്രത്തിലെത്തുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവുകയും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളടക്കം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയുമൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് കെഎസ്ഇബിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ കുടിശ്ശിക തുക ദേവസ്വം ബോർഡ് അടച്ചതിന് ശേഷമാണ് കെഎസ്ഇബിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലേക്കുള്ള ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായൊരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ശക്തമായൊരു പ്രതിഷേധം ഈ വിഷയത്തിലുണ്ടായി. അതിനുശേഷമാണ് കെഎസ്ഇബിക്കും അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിനും മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് നിരന്തരം ഇത്തരത്തിൽ ഹൈന്ദവ ഈ ക്ഷേത്രങ്ങളോടും ആരാധനാ സമ്പ്രദായങ്ങളോടും എല്ലാം ഇത്തരത്തിലൊരു സമീപനം ഈ ഇടത് സർക്കാർ ഭരിക്കുന്ന കാലത്തുണ്ടാകുന്നു. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇടത് സർക്കാർ എല്ലാ കാലത്തും ഹിന്ദു സമൂഹത്തോട് അനീതിയാണ് കാട്ടിയിരിക്കുന്നത്. വിശ്വാസം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ സാധിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസം നശിപ്പിക്കാം എന്നവർ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എല്ലാ സ്ഥലത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. വെള്ളായണി ഭാഗത്ത് ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തെ സമയത്ത് ഇവിടെ കാവിക്കൊടി കെട്ടി എന്നുള്ളൊരു പ്രചരണം കൊടുത്തുകൊണ്ട് പോലീസിൻ്റെ ഭീകരാന്തരീക്ഷം ഇവിടെ ഉണ്ടായി. നിരവധി ആൾക്കാരുടെ പേരിൽ കേസെടുത്തു. വീടുകളിൽ മുഴുവൻ പോലീസ് പരിശോധന നടത്തി. ഈ വിധത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഈ പ്രാവശ്യം 24 മണിക്കൂർ ഈ ക്ഷേത്രത്തിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രം, സെക്യൂരിറ്റി ധാരാളം ആവശ്യമുള്ള ക്ഷേത്രം, അങ്ങനത്തെ സാധനങ്ങൾ സൂക്ഷിച്ച ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ 24 മണിക്കൂർ വിച്ഛേദിച്ചു. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇതൊരു അതിശോക്തിയല്ലല്ലോ, ഇവിടെ ജനങ്ങൾ കാണുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നലെ പൂർണ്ണമായും ഇവിടുത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരും ഇവിടുത്തെ ഹിന്ദു സമൂഹവും ഒരുമിച്ച് കാത്തിരിപ്പ് നടത്തേണ്ടതായിട്ട് വന്നു. സെക്യൂരിറ്റി അവരായിരുന്നു ഇന്നലെ. ഈ വിധത്തിലുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ച ഈ ഗവൺമെൻറ്, ഈ ദേവസ്വം ബോർഡ്, ഈ ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡും ഈ ദേവസ്വം ബോർഡും ഒരേ സർക്കാരിൻ്റെ കീഴിൽ ഒരേ പാർട്ടിക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. കുറച്ച് കൂടിയിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആവേശം കിട്ടുന്നത് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ചേക്കേറിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൽ ആവേശം കൂടാൻ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ആവേശം കൂടാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടിയിട്ടാണ്. ശ്രീ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണല്ലോ അദ്ദേഹം ആദ്യമേ തന്നെ കള്ളം പറഞ്ഞു. പിന്നീട് ആ കള്ളം തിരുത്താൻ വേണ്ടി അദ്ദേഹം പൈസ അടയ്ക്കാൻ തയ്യാറായി. അങ്ങനെ സംഘടിച്ച് ശക്തരായ ഹിന്ദു സമൂഹത്തിൻ്റെ മുമ്പിൽ പണമടച്ചുകൊണ്ട് അവർക്ക് ഈ വീണ്ടും പുനരാവിഷ്കരിക്കാൻ സാധിച്ചു ഈ ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സംഘടിത ശക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഇതിന് ഒപ്പം നിന്ന, ഇത് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ച, സത്യസന്ധമായ റിപ്പോർട്ട് ജനങ്ങളിലെത്തിക്കുക ജനം ടി വിയുടെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ജനം ടി വിക്കും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾക്കും ഞാൻ ഹിന്ദുധർമ്മ പരിഷത്തിനും ഹിന്ദു സംഘടനകൾക്കും എല്ലാം വേണ്ടി അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് പണം തുക, അതായത് കുടിശ്ശിക തുക തങ്ങൾ അടയ്ക്കും, എന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇനി നിങ്ങളുടെ സമീപനം അത്തരത്തിൽ ഒരു നിയമ നടപടികളുമായി പോവുകയാണെങ്കിൽ എന്താണ് ഈ മുൻ ഉത്സവ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു പ്രതികരണം? എത്തരത്തിലുള്ള നീക്കമാണ് ഉദ്ദേശിക്കുന്നത്? ഇത് നിലവിൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇവിടുത്തെ അനാവശ്യമായി ഈ ഉപദേശ സമിതിയെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഭരണം മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നത് കൊണ്ടും ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഉപദേശ സമിതിയെ അകാരണമായി പിരിച്ചുവിട്ടത്. ആ പിരിച്ചുവിടലിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് ഫൈനൽ ഘട്ടത്തിലാണ്.
ഇവർക്ക് ഇതുവരെ ഒരു തെളിവ് പോലും ഈ ഉപദേശ സമിതി പിരിച്ചുവിട്ടതിനെതിരെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കേസ് നിലവിലുള്ള ഉണ്ടായിരുന്ന ഉപദേശ സമിതിക്ക് അനുകൂലമായി വരും എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം. ദേവസ്വം ബോർഡിനറിയാം, മറ്റ് ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം. അപ്പോൾ അതിനെതിരെ ഒരു തടയിടുക, ഒരു കള്ളപ്രചരണത്തിലൂടെ ഈ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ഷൻ സെക്രട്ടറിയുടെ പേരിലാണ്, സെക്രട്ടറിയാണ് അടയ്ക്കേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ആ സെക്രട്ടറിയുടെ പേരെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത കണക്ഷനാണ്. അപ്പോൾ ഈ നിലവിലുള്ള ഇവർക്ക് യാതൊരു ബാധ്യതയില്ല. അങ്ങനെ കേസുമായി പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവർ ഉപദേശ സമിതിയുടെ മുൻ ഉപദേശ സമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിട്ടുള്ളത്. ഈ ലെറ്റർ എല്ലാം തന്നെ നമ്മൾ ഹൈക്കോടതിയിലെ നമ്മുടെ അഡ്വക്കേറ്റിന് കൊടുത്ത് ഇതുമായിട്ട് ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകും. അത് തന്നെയാണ് നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് ഈ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളും പറയുന്നത്. എന്തായാലും അതീവ ദാരുണമായൊരു സംഭവമാണ് ഇവിടെ ക്ഷേത്രത്തിൽ അരങ്ങേറിയത്. ഏകദേശം 24 മണിക്കൂറോളം ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ശക്തമായ പ്രതിഷേധം അരങ്ങേറി. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളടക്കം ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്ത് അതോടെയാണ് സർക്കാരും അതുപോലെ തന്നെ KSEBക്കും മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ക്ഷേത്രത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുന്നറിയിപ്പില്ലാതെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച KSEBക്കും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യവും ഉയർന്നു വരികയാണ്.